മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ, ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന ഈ ജീവൻ കൊടുപ്പിക്കാതെ. ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചു, മനുഷ്യന്മാർ പുരോഗമിച്ചു. ഇവിടെ കുറേ മൂസലാമാർ നമ്മുടെ മതത്തിൻ്റെ പേര് കളയാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കണം, പ്രവാചകന്മാരെ വിശ്വസിക്കണം, എല്ലാം വിശ്വസിക്കണം. താൻ ബാധി ദൈവം ബാധി എന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിശ്വാസത്തിലേർപ്പിച്ചിട്ട് ഫുള്ള് പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി തരില്ല. നമ്മളും കൂടി പ്രയത്നിക്കണം. കുറച്ചൊക്കെ നമ്മുടെ ലോകത്തിനനുസരിച്ച് ഓടാൻ പഠിക്കണം. ഇത്രയ്ക്കും അധപ്പതിച്ചു പോയില്ലോ. ഇതിൻ്റെ കാരണം കൊണ്ട്, ഈ അധപ്പതനത്തിൻ്റെ കാരണം കൊണ്ട് ഒരു ജീവൻ വരെ നഷ്ടപ്പെട്ടു. ബോധമില്ലാത്ത കുറേ മനുഷ്യന്മാർ. ചുട്ടക്കോഴിനെ പറപ്പിക്കുന്നവനാണെന്നവൻ. ചുട്ടക്കോഴിനെ പറപ്പിക്കുന്നവന് ഒരു ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? 5 പ്രസവമായി. ഒരുപാട് മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കും മാത്രം. മക്കളെ പോയി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അവരെ എങ്ങനെ സംരക്ഷിക്കണം, ഭാര്യനെ എങ്ങനെ സംരക്ഷിക്കണം, ഭാര്യയുടെ പ്രസവ കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്നൊന്നും അറിയാതെ, അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വെറും ഒരുപാട് മക്കളുണ്ടാവണം, ഇസ്ലാമിയത്തിൻ്റെ ഒരുപാട് മക്കളിങ്ങനെ നടക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് പഴയകാല ചിന്ത പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് പൂക്കൾ കൊടി മുറിച്ച് പ്രസവം നടത്തി, ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള തരി ബോധമെങ്കിലും ഉണ്ടാവണ്ടേ. ുകാർ കയ്യേറ്റം ചെയ്ത സിറാജുദ്ദീൻ എന്ന മന്ത്രവാദി ചികിത്സയിലാണ്. മടവൂർ ഖാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ മന്ത്രവാദ ചികിത്സയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ച സിറാജുദ്ദീന് 63,000-ലേറെ സൈബർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതും നമ്മളെ അമ്പരപ്പിക്കുന്ന വിവരമാണ്. പെരുമ്പാവൂർ സ്വദേശിനി അസ്മ അന്ധവിശ്വാസത്തിന്റെയും നടുക്കുന്ന ക്രൂരതകളുടെയും ഒടുവിലത്തെ ഇര. 35 വയസ്സിനിടെ അസ്മയുടെ 5ാം പ്രസവമായിരുന്നു ഇന്നലെ. അതും ആശുപത്രിയിലല്ല, മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ. അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് ഭർത്താവ് സിറാജുദ്ദീന് സഹിക്കില്ല. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അസ്മ പ്രസവവേദന വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി. അന്നൊന്നും അനങ്ങിയില്ല സിറാജുദ്ദീൻ. ഒടുവിൽ 5ാം പ്രസവത്തിനും വീട്ടിലെ മുറി തന്നെ ഒരുക്കി സിറാജുദ്ദീൻ. ഇന്നലെ ഉച്ച മുതൽ പ്രസവവേദന കൊണ്ട് പുളഞ്ഞ അസ്മയുടെ നിലവിളി സിറാജുദ്ദീൻ അവഗണിച്ചു. വീട്ടിൽ മറ്റു 4 കുട്ടികളും സിറാജുദ്ദീനും മാത്രമായിരുന്നു ആ സമയം. ഈ ഇസ്ലാമിയത്ത് പറയുന്നതിന് വല്ല ബോധമുണ്ടോ അവന്? എന്ത് വേണവന്? അടിച്ച് പിമ്പിരിമ വിളിക്കണ്ടേ? അവൻ്റെ എല്ലാ തല അടിച്ച് പൊട്ടിക്കണം അവൻ്റെ. കാരണം വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കേ. ഇതെന്തൊരു ലോകമാണിത്? ഇത്രയ്ക്കും ബോധമില്ലാതായോ? നമ്മുടെ ഇടങ്ങളിലൊക്കെ ഇങ്ങനെയുണ്ടോ ആൾക്കാർ? മനുഷ്യന്മാരെ പേര് കളയാൻ. എന്തോ പടച്ചോൻ്റെ കുതിർത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ 4 പ്രസവം അങ്ങ് നടന്നു. അതിൽ 2 പ്രസവം ഹോസ്പിറ്റലിൽ, അതവന് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് 2 പ്രസവം എന്തോ കാരുണ്യം കൊണ്ട്, ദൈവകാരുണ്യം കൊണ്ട് വീട്ടിൽ നടന്നു. അപ്പോൾ എല്ലാതും ഇങ്ങനെ തന്നെ ആവണമെന്നാണോ? 4 പ്രസവം കഴിഞ്ഞ് 5ാമത്തെ പ്രസവം ഇങ്ങനെ തന്നെ ആവണമെന്നാണോ വിചാരിക്കുന്നത്? മണിയോടെ 5ാമത്തെ കുഞ്ഞിന് അസ്മ ജന്മം നൽകി. രക്തം വാർന്നിട്ടും സിറാജുദ്ദീൻ അനങ്ങിയില്ല. പൊക്കിൽ കൊടി മുറിച്ചു മാറ്റിയ ചോരക്കുഞ്ഞിനെ അസ്മയ്ക്കൊപ്പം തന്നെ കിടത്തി. 3 മണിക്കൂറോളം വേദന തിന്ന അസ്മ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ആ സമയവും വീട്ടിലുണ്ടായിരുന്നത് സിറാജുദ്ദീൻ മാത്രം. ഒടുവിൽ പരിചയക്കാരെ വിളിച്ചു വരുത്തി അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് തിരിച്ചു. നവജാത ശിശുവിനെയും കയ്യിലെടുത്ത് മണിക്കൂറുകൾ നീണ്ട യാത്ര. പെരുമ്പാവൂരിലെത്തിയത് അർദ്ധരാത്രി. അപ്പോഴാണ് അസ്മയുടെ മരണവിവരം പെരുമ്പാവൂരിലെ ബന്ധുക്കൾ അറിയുന്നത്. ജനിച്ച പാടുള്ള യാത്രയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ഒടുവിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പ്രസവം കഴിഞ്ഞു, വിളിച്ച് പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. അവസാന നിമിഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയപ്പോൾ അത് തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുപോകണം. എന്തായാലും ബന്ധുക്കൾ അറിയുമ്പോൾ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. ഇവള് ഗർഭിണിയാണെന്നുള്ളത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. ഇതിൻ്റെ ദുരൂഹതകൾ ഒരുപാട് അന്വേഷിക്കാനുണ്ട്. കാരണം സ്വന്തക്കാരായിട്ട് ഇവൾക്ക് ആരുമില്ലേ എന്നുള്ളത്, അതുപോലെ തന്നെ അയൽപ്പക്കത്തെ ഒരാളുമായിട്ടൊരു ബന്ധമില്ലേ എന്നുള്ളതൊക്കെ ശരിക്കും അന്വേഷിക്കണം. ഇനി അയൽപ്പക്കക്കാരായിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമികമായി പർദ്ദയിടുന്ന ആൾക്കാർ, അങ്ങനെയുള്ള നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ബന്ധങ്ങൾ കുറവായിരിക്കും. അതങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഇവർക്ക് സ്വന്തമായി വീടുകളോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് സ്വന്തമായ ആളുകളോ സ്വന്തക്കാരോ ബന്ധക്കാരോ ആരും ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. എന്തായാലും നല്ല നിയമവശത്തിലൂടെ അതെല്ലാം കണ്ടുപിടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്, ആ ഒരു സമാധാനത്തിലാണ് നമ്മളിരിക്കുന്നത്. സമാധാനം എന്ന് പറയുന്നത് ചെറിയൊരു സമാധാനമുള്ളത് നാട്ടുകാർ ശരിക്കും അവനൊന്ന് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ നമുക്കിതിലൊരു സംഭവം, ഒരു സമാധാനമുള്ളൂ.
ആ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ള ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന ഈ ജീവൻ കൊടുപ്പിക്കാതെ ഇല്ല നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ ഇതിനെ പറഞ്ഞുവിട്ടേക്കാം. കൊടുക്കാൻ പോണുള്ളൂ ഇനി. നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ചെയ്യാനാ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം അല്ലേ? അവരെ ആദ്യം പടയണം. പോലീസ് അവരെയും കണ്ടെത്തണം. പ്രസവം എടുക്കാൻ നടക്കുന്നു ഹോസ്പിറ്റലും സൗകര്യങ്ങളും ഉള്ള സമയത്ത്. ഇവർക്കൊക്കെ ഒത്താശ ചെയ്യാൻ കുറെ ആൾക്കാർ പിന്നാലെ. നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവം എടുത്തിട്ട് അവരെ വീട്ടിൽ പോയി. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ശ്വാസം മുട്ട് വന്നപ്പോ ഈ പൊട്ടൻ അവരെ വിളിച്ചു. ആ പൊട്ടത്തിനെ ശ്വാസം മുട്ട് വന്ന അവളെ അങ്ങോട്ട് വിളിച്ചിട്ട് വലിയ കാര്യമായി ആശുപത്രി കൊണ്ടുപോകാതെ. എന്നിട്ട് ഉമ്മ ഞാൻ അവരെ വിളിച്ചു. ഇവന്റെ മോന്തയ്ക്ക ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ട് ആദ്യം ശ്വാസം മുട്ടിക്കണം. എന്നിട്ട് ആ പെണ്ണിനെ വിളിക്കുക. ശ്വാസം മുട്ടുണ്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട്. പറയുന്നേ കേക്ക് കിടന്നു. ഞാൻ വിളിക്കാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കിടന്നു. കിടന്ന ശേഷം പിന്നെ നോക്കിയപ്പോ അണങ്ങുന്നില്ല. പിന്നെ അനങ്ങുന്നില്ല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അവിടെ നിൽക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ മോന്തയ്ക്കൊരു അടി കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് വിടുകയാണെങ്കിൽ എത്ര സമാധാനമായിരുന്നു. നിങ്ങൾ വീഡിയോ എടുക്കാൻ പറയുന്നു, വീഡിയോ എടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ അനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അടിച്ച് ഇവനെ ആദ്യം പഞ്ഞിക്കിട്ട് അനക്കാതെ വെക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഒരു ചെറിയൊരു സമാധാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത്തരക്കാരെ അടിച്ച് ഒതുക്കി പഞ്ഞിക്കിട്ട് അവൻ്റെ താടിക്ക് തീ കൊടുക്കണം ആദ്യം. ഞാൻ വിളിച്ചത് വണ്ടിയുണ്ട്, അവരുടെ വണ്ടിയുണ്ട്. അവർ വണ്ടിയായിട്ട് വരാൻ വേണ്ടി വിളിച്ചത്. ഒറ്റ ടൈമിൽ തന്നെ നടന്നതുപോലെ നീ വിളിക്കുകയും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കുന്നതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്തുനിന്ന് അറിയുന്നത്. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലടാ. നീ വെറും ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. ഇവന്റെ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന. എൻ്റെ പൊന്നു സഹോദര, ഞാൻ അതന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ വീഡിയോ എടുത്തോ എന്ന് പറയുന്നതിൻ്റെ വീഡിയോ ശരിയായിട്ടില്ല. അടിച്ച് മോന്ത കുറ്റി കളയുന്ന വീഡിയോ ആയിരുന്നു ഞങ്ങൾക്ക് ആവശ്യം. പിന്നീട് വരുന്നൊക്കെ പിന്നെ ആലോചിക്കും. ഇത്തരക്കാർക്ക് ഇത്തരം നടപടി തന്നെയാണ് വേണ്ടത്. എന്തായാലും നിങ്ങൾ കാണിച്ച ആ ചെറിയ ഒരു മനസ്സിനെങ്കിലും വളരെയധികം നന്ദി. കാരണം ഇത്തരക്കാരുള്ള ആളുകൾ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഇതൊരു പ്രചോദനം ആവാൻ പാടില്ലല്ലോ. അടിച്ച് ഇറക്കുന്ന വീഡിയോ മറ്റുള്ള ആൾക്കാർ കണ്ടിട്ട് അവർ കൂടി പഠിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് ശാസ്ത്രീയമായൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ ആത്മീയത ഒക്കെ വേണം. അത് അത്യാവശ്യത്തിന് വേണം. അതും നമ്മുടെ ഇപ്പോഴത്തെ ഈ ശാസ്ത്ര ലോകവും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാനാവുള്ളൂ എന്നുള്ള ഒരു ബോധം അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാവട്ടെ. അല്ലാതെ പ്രസവം, മന്ത്രം, ചുട്ട കോഴിനെ പറപ്പിക്കൽ, ചാടൽ, കോടൽ, പല്ലെങ്കിലെ തങ്ങള്, കൊടിമരം എന്നുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ അവസാനിപ്പിച്ച് മനുഷ്യനായിട്ട് അത്യാവശ്യം ചിന്തയോടും ബോധത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കും. ഇത്രകാലം നമ്മൾ അടിച്ചമർത്തുക തന്നെ ചെയ്യണം. ഇതിന് ഗവൺമെൻറ് ആയാലും അധികാരികൾ ഇത് കണ്ണു തുറന്ന് കണ്ട് ഇത്തരം പ്രവർത്തികൾ കാര്യങ്ങൾ നിർത്തിക്കണം. അതിനെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം.